മറ്റുള്ളവരുടെ വാക്കുകളാൽ മുറിവേറ്റ നിന്റെ ഹൃദയത്തെ ഞാൻ ഇന്ന് സുഖപ്പെടുത്താം. ആരുടെയെങ്കിലും പെരുമാറ്റമോ ക്രൂരമായ വാക്കുകളോ അവഗണനയോ കാരണം നിന്റെ സന്തോഷം നഷ്ടപ്പെട്ടോ? അവർ പറഞ്ഞ ആ വാക്കുകൾ മനസ്സിലിട്ട് വീണ്ടും വീണ്ടും ചിന്തിച്ച് നീ നിന്റെ സമാധാനം പൂർണ്ണമായും ഇല്ലാതാക്കുകയാണോ? ഒരു ഗ്രാമത്തിൽ വളരെ ശാന്തനായ ഒരു ഗുരുവിന്റെ അടുത്ത് കടുത്ത ദേഷ്യത്തോടെ ഒരു യുവാവ് വന്നു. വഴിയിൽ വെച്ച് ഒരാൾ തന്നെ അകാരണമായി അപമാനിച്ചെന്നും അത് ഓർത്ത് തനിക്ക് വലിയ ദേഷ്യം വരുന്നുവെന്നും അവൻ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഗുരു വളരെ ശാന്തനായി അവനോട് ചോദിച്ചു, ഒരാൾ നിനക്കൊരു സമ്മാനം നൽകിയാൽ നീ അത് വാങ്ങിയില്ലെങ്കിൽ പിന്നെ അത് ആരുടേതാണ്? യുവാവ് പെട്ടെന്ന് മറുപടി പറഞ്ഞു, ഞാനത് വാങ്ങിയില്ലെങ്കിൽ തീർച്ചയായും ആ സമ്മാനം അത് കൊണ്ടുവന്ന ആൾക്ക് തന്നെയുള്ളതാണ്. അപ്പോൾ ഗുരു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിന്നെ അപമാനിച്ച വാക്കുകളും ഇതുപോലെയാണ്. നീ അത് സ്വീകരിച്ചില്ലെങ്കിൽ അത് അവർക്ക് തന്നെയുള്ളതാണ്. എന്റെ കുഞ്ഞെ, മറ്റുള്ളവരുടെ കോപവും നിരാശയുമാണ് അവർ